ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ സെലക്ട് ആയി. ഈറോഡാണ് ഹോസ്പിറ്റലിന്റെ പേര്. ഹോസ്പിറ്റലിന്റെ പേര് സുധാ ഹോസ്പിറ്റൽ. ഇത്രേ ഉള്ളൂ. അവിടെ സ്റ്റേ വേണ്ടി വരുമോ? അവിടെ താമസിക്കേണ്ടി വരുമോ? അവിടെ താമസിക്കണം. ഹോസ്പിറ്റലിന്റെ അപ്പുറത്തുണ്ട് പറഞ്ഞു. ഹോസ്റ്റലുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. പാലക്കാടൊന്നും ട്രൈ ചെയ്തില്ലേ? പാലക്കാട് നോക്കി, പക്ഷെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. 6 മാസം ട്രെയിനിങ്ങിന് മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് പറ്റില്ലല്ലോ അവിടെ. ഒന്ന് പറയും, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ക്ലാസ്സിൽ വന്നത് ഞാൻ നല്ലോണം ഉഴപ്പായിരുന്നു. എണീക്കാനും വിട്ടിരിക്കാനും എപ്പോഴും മെല്ലെ എണീക്കുള്ളൂ. പക്ഷെ ഇപ്പോഴും പിന്നെ ചുറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളായാലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് എന്താ പറയാ, ഒരു മോട്ടിവേഷൻ. പിന്നെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. അങ്ങനെ ഇത്രയും ഒരു 2 ആഴ്ച 3 ആഴ്ചയിലായിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. അതിനുള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. 3 ആഴ്ച കൊണ്ട് അവൾ അവളുടെ ഒരു ഡ്രീം നേടി. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യൂ. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്റെ അടുത്തും താങ്ക്സ് പറഞ്ഞു. കാരണം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുവല്ലോ. എനിക്ക് അത് പറയാതെ പറ്റില്ല. കാരണം എനിക്കൊരു പ്രതീക്ഷ. കാരണം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സ് എന്താവുമെന്ന് നമുക്ക് ഒരു ഏകദേശ ധാരണയുള്ളത്. അത് വെറും തെറ്റിദ്ധാരണ ആണെന്ന് നീ മാറ്റി തന്നതിൽ വളരെ സന്തോഷം. കാരണം എന്റെ വീട്ടിൽ എന്റെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അവൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായ ചേച്ചിയുടെ വായിന്ന് നിനക്ക് വഴക്ക് വെക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവൾക്ക് ജോലി കിട്ടി അമ്മ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു കിട്ടിയോ? ഇല്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നല്ലേ പറഞ്ഞു. അപ്പൊ അല്ല, ജോലി കിട്ടി. അവൾ എനിക്ക് ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്തായാലും എന്റെ കുടുംബത്തിന്ന് ആദ്യത്തെ നേട്ടം നേടിയ ആളെന്ന് അർച്ചനയ്ക്ക് അവകാശപ്പെടാം. വേറൊരാളും കണക്ട് ആവില്ല. അപ്പൊ അതില് ഭയങ്കര താങ്ക്സ്. എന്റെ ക്ലാസ് എന്നെ വിശ്വസിച്ച് വന്നല്ലോ, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നല്ലോ, അതന്നെ വലിയ സന്തോഷം. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇത് നേടിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ നിന്റെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലായി നിനക്കിനി പറ്റുന്നു. ഇപ്പൊ ബാക്കി കാര്യങ്ങള് തനിയെ വന്നോളും കേട്ടാ. ഓക്കെ 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 ഓക്കെ. എല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി. അതെ 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 അതെ. നമ്മുടെ നിമിഷ ചേച്ചി കണ്ടില്ലേ, ക്ലാസ്സിൽ വരാൻ പറ്റാത്ത സാഹചര്യമായിട്ട് പോലും അവര് ആ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവർക്ക് ഇപ്പോഴും ആ ഒരു സന്തോഷം.